പൽമജ പോകുമ്പോൾ പൽമജ അല്ലെങ്കിൽ മുരളീധരൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഫീൽ കൊടുക്കാനും അങ്ങനെ ഒരു മൊറൈൽ ബൂസ്റ്റ് ചെയ്യാനും പറ്റും തൃശ്ശൂരൊക്കെ. പക്ഷെ അതിലുപരിയായിട്ട് അത് മുരളീധരന്റെ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് ചോദിച്ചാൽ അതില്ല, അതിന് സാധ്യതയില്ല. പക്ഷെ വടകരേനെക്കാട്ടും ഒരുപക്ഷെ സുരേഷ് ഗോപി അല്ലെങ്കിൽ കൂടുതൽ സാധ്യത ഉണ്ടാവുകയായിരുന്നു. അപ്പൊ സുരേഷ് ഗോപി ആയതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. സുരേഷ് ഗോപി അവിടെ ഗ്രൗണ്ട് പിടിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്, വേറെ ലെവലല്ല. ഇപ്പൊ സ്ഥിരം രാഷ്ട്രീയക്കാരൻ ഗ്രൗണ്ട് പിടിക്കുന്ന പോലെ അല്ല സുരേഷ് ഗോപി ഗ്രൗണ്ട് പിടിച്ചത്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈസ് എ സൂപ്പർ സ്റ്റാർ. കേരളത്തിൽ എവിടെ വന്നാലും 10% വോട്ടുകളെ ഷിഫ്റ്റ് ചെയ്യാനുള്ള കഴിവുള്ള ആളാണ്. അത് കഴിഞ്ഞ തവണ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഒരു 5 വർഷത്തെ തൃശ്ശൂരെ പ്രവർത്തനം കൂടി കൂടുമ്പോൾ അദ്ദേഹത്തിന് 10% വോട്ട് കൂടി അദ്ദേഹത്തിന് ഷിഫ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരാം. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഏതായാലും വടകര മുരളി തോൽക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് മുരളിയെ സംബന്ധിച്ച് നഷ്ടമല്ല. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൊബൈൽ ബൂസ്റ്റർ കൂടിയാണ്. ലീഡർ മോള് പോയിട്ടുണ്ട്, ലീഡറെ സജീവ രാഷ്ട്രീയത്തിലുള്ള മകൻ ഞങ്ങളെ കൂടെ തന്നെ, അവരത്ര സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ മെസ്സേജ് കൊടുക്കാൻ പറ്റും. പക്ഷെ അതിനുള്ളിൽ കൂടെ മുരളി തന്നെ തോൽപ്പിച്ച് വട്ടിയൂർക്കാവിലെ സ്ഥിരം MLA ആയിരുന്ന മുരളി തന്നെ കോൺഗ്രസ് വൈകുന്നേരത്തെ എല്ലാ അദ്ദേഹം പോയി മത്സരിച്ച് ഇവിടെ തോറ്റുന്ന അദ്ദേഹത്തിന് ഇനിയിപ്പം ഒരു എന്താ പറയാ, ഇപ്പൊ പ്രായക്കായല്ലോ, ഒരു മറ്റേ എന്താണ് മണ്ഡലം BJP-കാരെ മണ്ഡലമല്ലോ, അഡ്യാനിനെ കൊണ്ട് ഇരുത്തിയ കാര്യകർത്ത മണ്ഡലം, അങ്ങനെ ഒരു മണ്ഡലം ഉണ്ടാക്കി അവിടെ ഇരുത്താനാണ് അങ്ങനെ ഒരു കോൺഗ്രസിന്റെ ചില ആളുകളുടെ ലീഡർ വളർത്തിക്കൊണ്ടുവന്ന ആളുകളുടെ ശ്രമമെങ്കിൽ അതിനവര് വലിയ വില കൊടുക്കേണ്ടി വരും. രാഷ്ട്രീയം മുമ്പ് നമ്മൾ കണ്ട തിയററ്റിക്കൽ അല്ല, പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ആണ്. പല രീതിയിലുള്ള അടിയേക്കുകൾ ഉണ്ടാകും. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുമ്പോൾ എനിക്ക് കൂടുതൽ നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനെപ്പറ്റി പറയാ. അപ്പം എനിക്കതിൽ ക്ലാരിറ്റി ഇല്ല. അപ്പോഴത്തെ രാഷ്ട്രീയത്തിന്റെ പോകാൻ അങ്ങോട്ട് ഒരു എത്തുംപിടി എനിക്ക് കിട്ടുന്നില്ല അടിയൊഴുക്കുകളുടെ കാര്യത്തിൽ. കാരണം തിയററ്റിക്കൽ ആയിട്ടുള്ള ശക്തമായിട്ട് ഫ്രെയിംവർക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അടിയൊഴുക്കുകളെ എന്താ പറയാ അസ്യൂം ചെയ്യാൻ പറ്റും. ഇപ്പം വലിയ തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്സ് ഒന്നുമില്ല, പ്രാക്ടിക്കൽ പൊളിറ്റിക്സേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഈ അടിയൊഴുക്ക് എങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. അതാണ് കാര്യം. അങ്ങനെയല്ല, അത് ഇതിന്റെ കാര്യം ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയും ആയിട്ടല്ല മത്സരം നടക്കുന്നത്, പ്രതാപനും സുനിലും തമ്മിലാണെന്നാണ്. മനസ്സിലായില്ലേ? അപ്പം തന്നെ ആ വാദം പൊളിഞ്ഞല്ലോ. ഇത്രയും കാലം പ്രതാപനും സുനിലും അതിന്റെ മത്സരം, ഇനിയിപ്പോ മുരളീധരൻ വന്നുകൊണ്ട് പിന്നെ എന്താണ് മത്സരം സുരേഷ് ഗോപിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്നൊക്കെ എന്ന് പറയാ, എന്നിട്ട് അടിയൊഴുക്ക് ഉണ്ടാവുന്നു. അങ്ങനെ പറയുന്നതിൽ കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലേ, രാജേട്ടനെ പോലെ അല്ല സുരേഷ് ഗോപി. രാജേട്ടന് പൊളിറ്റിക്കൽ വോട്ടും പിന്നെ കുറെ സഹതാപത്തിന്റെ വോട്ട്, പ്രായമായില്ലേ എന്നൊക്കെ ഉള്ള ഒരു സഹതാപത്തിന്റെ വോട്ട്, പിന്നെ കോൺഗ്രസിന് ശക്തമായ സ്ഥാനാർത്ഥി അല്ലാത്തതുകൊണ്ട് കോൺഗ്രസ് വോട്ട് അങ്ങോട്ട് പോയതാണ്. പ്രതാപൻ ശക്തനായ സ്ഥാനാർത്ഥിയായിരുന്നു. ഇപ്പോഴത്തെ നായർ വോട്ട് എനിക്ക് തോന്നുന്നില്ല സുരേഷ് ഗോപി കിട്ടാവുന്ന നായർ വോട്ട് മുരളീധരനിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു ഭൗതികമായ സാഹചര്യമില്ല. നായർ എന്നൊക്കെ വിചാരിച്ചിട്ടൊന്നും ആരും നായന്മാർ വോട്ട് ചെയ്യില്ല. അത് അവർ നോക്കുക വെച്ചാൽ ആ കൂട്ടത്തിൽ ആരാണ് ഭേദം എന്നാണ് നോക്കുക. അപ്പൊ ആ രീതിയിൽ ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം തന്നെ. പിന്നെ അദ്ദേഹത്തിന് കിട്ടാൻ വേണ്ടി ധീവര വോട്ടുകൾ ആ രീതിയിൽ മുരളീധരന് കിട്ടണമെന്നില്ല. പിന്നെ ഈ മുസ്ലിം വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. മുമ്പാണെങ്കിൽ അത് പ്രതാപൻ ഒരു എന്താണ് കേരളത്തിലെ തൃശ്ശൂരെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നതിന്റെ അതിരി എന്താണ് അള്ളാഹ്, റസൂല്, പിണറായി വിജയൻ, അത് കഴിഞ്ഞാൽ പിന്നെ പ്രതാപനായിരുന്നു. ഇതിൽ പ്രതാപൻ ഇപ്പൊ രംഗത്തില്ല. പിന്നെ ഈ പറഞ്ഞ രാജേട്ടനല്ല, കുമ്മനം രാജശേഖരനെ ഇവിടെ തോൽപ്പിച്ചുകൊണ്ട്, തിരുവനന്തപുരം തോൽപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക സ്നേഹം മുരളീധരൻ ഉണ്ടോ വെച്ചാൽ ഉണ്ടാവാം. പക്ഷെ അതൊരു പ്രതാപനോടുള്ള സ്നേഹം പോലെ ആയിരിക്കും. പ്രതാപൻ ഈ പറഞ്ഞ 30 നോമ്പൊക്കെ എടുത്ത് ഈ പറയുന്ന ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന കാര്യത്തിൽ പ്രതാപൻ എന്നെക്കാട്ടും വലിയ മുസ്ലിമാണ്. ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന കാര്യത്തിലെ ബാക്കിയല്ല ഞാൻ പറഞ്ഞു. ത്രികോണ പോരാട്ടം ഉണ്ടോ? ത്രികോണ പോരാട്ടം കാണുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. മത്സരം മുരളീധരനും ഈ പറയുന്ന സുരേഷ് ഗോപിയും തമ്മിലാണ്. സുനില് ശക്തനായ തേർഡ് കണ്ടന്ററായിട്ട് നിൽക്കുന്നുണ്ട്. അല്ല, അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല. ഇലക്ഷന് എന്തോ സംഭവിക്കും. ഉത്തരേന്ത്യയിലെ പശുവിന്റെ കയ്യിൽ ഒരാളെ തല്ലിക്കൊന്നാൽ മതി, മൊത്തം ചിത്രമാവും. അല്ലെങ്കിൽ ഏതെങ്കിലും BJP-കാരൻ വന്നിട്ട് പ്ലൂട്ടോണി ഉണ്ടാക്കുന്ന ഞാനകത്താന്ന് പറഞ്ഞാൽ മതി, എങ്കിലും ചിത്രമാവും. കാരണം എന്താ വെച്ചാൽ ടൈറ്റ് പിന്നെ എന്താണ് ത്രികോണ മത്സരം നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ചെറിയ വലിയ ഭൂരിപക്ഷം ഒന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ ചെറിയ ഘടകങ്ങൾ മതി. ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം മത്സരം പ്രധാനമായി നടക്കുന്നത് കോൺഗ്രസും BJP എന്ന് പറയണ്ട, മുരളീധരനും സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി BJP-കാരനായിട്ടല്ല ആളുകൾ കാണുന്നത്. BJP-കാരനായിട്ടാണ് സുരേഷ് ഗോപിനെ കാണുന്നതെങ്കിൽ അത്ര രീതിയിലുള്ള ഒരു മേൽക്കൈ സുരേഷ് ഗോപിക്ക് അവിടെ ഉണ്ടാവില്ലായിരുന്നു. സുരേഷ് ഗോപിയും മുരളീധരനും തമ്മിലാണ്. സുനിലു ശക്തനായിട്ടുള്ള മൂന്നാമത്തെ എന്താണ് എതിരാളിയായിട്ട് രംഗത്തുണ്ട്. അപ്പൊ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. അപ്പൊ സുരേഷ് ഗോപി 5 വർഷം നിരന്തരമായിട്ട് അവിടെ ഉണ്ടായിരുന്നു, ഇടപെട്ടിരുന്നു എന്നുള്ളതുകൊണ്ട് അപ്പർ ഹാൻഡ് അദ്ദേഹത്തിനുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. അത് ഇനിയുണ്ട്, 2 മാസം ഇലക്ഷൻ ഉണ്ട്. അതിപ്പോ നമുക്ക് ഫൈനലി ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. ചാടി കയറിയിട്ട് ഒരു ഫൈനാലിറ്റിയിലേക്ക് പോകുന്നപ്പോൾ ശരിയല്ല. ഇപ്പൊ അദ്ദേഹത്തിന് അപ്പർ ഹാൻഡ് ഉണ്ട്. ലെറ്റ്സ് സീ. മുരളീധരൻ നല്ല നേതാവ്, അതിന്റെ കാര്യം. മുരളീധരൻ മുമ്പ് അവിടെ നിന്ന് തോറ്റല്ലേ. ഇനി അതൊരു കാര്യം കൂടി ഞാൻ പറയാം. മുരളീധരൻ തോറ്റുണ്ട്, കർണാടകം തോറ്റ്, പൽമ ചോദിച്ചു. തൃശ്ശൂര് കർണാടകം മാളയിൽ ജയിച്ചു എന്നല്ല, തൃശ്ശൂര് മുരളീധരന് നിങ്ങൾ ജ്യോതിഷത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ രാശിയുള്ള ഒരു സ്ഥലമല്ല. ഒന്നാമത്തെ കാര്യം. അദ്ദേഹത്തിന് കോഴിക്കോട് കാണാൻ അദ്ദേഹത്തിന് രാശിയുള്ള, തിരുവനന്തപുരം അദ്ദേഹത്തിന് രാശിയുണ്ട്. അപ്പൊ ജ്യോതിഷത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആളാണ്.
ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് നിങ്ങൾ ലോക്സഭയിലേക്കാണ് പിന്നെ ഒരാളെ തിരഞ്ഞെടുത്തയക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ല ഇംഗ്ലീഷിലും ഹിന്ദിയിലും കാര്യങ്ങൾ പറയാൻ ശേഷിയുള്ള ആൾ, പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ആൾ, എവിടെയും വെട്ടിത്തുറന്ന് പറയാൻ ശേഷിയുള്ള ആൾ, വരാൻ പോകുന്ന കേന്ദ്ര സർക്കാരുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവ്, അവർക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യമായിട്ട് സുരേഷ് ഗോപിയുടെ ലൈഫിൽ നിങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാല് പിന്നെ അദ്ദേഹം എല്ലാവരെയും ഒരേപോലെ സഹായിച്ചിട്ട് ഇടയ്ക്കെന്തൊരു അതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതൊരു ചികിത്സ സഹായമായിട്ട് വന്ന സമയത്ത് ഗോവിന്ദനോട് ചോദിക്കാം, അങ്ങനെ എന്താ പറഞ്ഞൊരു വിവാദം ഞാൻ കേട്ടോ. എന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ഒരു ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാവരും ഒരേപോലെ കണ്ടി ആരെയും സഹായിക്കാൻ പോവുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ഒരാൾ പിന്നെ തൃശ്ശൂർ ബിസിനസ് ക്ലാസ്സും കൂടി ഉള്ളതാണ്. പിന്നെ സ്ത്രീകളെല്ലാം വളരെ എന്താ പറയുക എൻലൈറ്റൻഡ് ആയിട്ടുള്ള സ്ത്രീകളാണ്. അപ്പൊ അവര് വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വോട്ട് ചെയ്യുന്ന സമയത്ത് സുനിലിന് ശരിയാണ് MLA ഒക്കെ ആയിരിക്കാൻ പറ്റിയ ഒരാളാണ്. കേന്ദ്രത്തിൽ പോയി സുനിലിന് ആ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. മുരളീധരന് ലാംഗ്വേജ് ഒക്കെ ഉണ്ട്, പക്ഷെ സുരേഷ് ഗോപിയുടെ ആ എടുപ്പുണ്ടോ എന്നും സംശയമാണ്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ എന്റെ ഒരു വസ്തുനിഷ്ഠമായി മലയാളിയുടെ ഒരു എന്താ പറയുക യാഥാർത്ഥ്യ ബോധത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള എന്റെ ഒരു വിലയിരുത്തല് സുരേഷ് ഗോപിയും മുരളിയുമായിട്ടാണ് മത്സരം ഉണ്ടാവാൻ സാധ്യത. അതിൽ സുരേഷ് ഗോപിക്ക് സോഫ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ ബാക്കിയെല്ലാ കാര്യം പിന്നെ സുരേഷ് ഗോപി RSS BJP എന്നുള്ള തിയററ്റിക്കൽ കാര്യം ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, 2002 ആ ഗുജറാത്ത് കലാപം നടന്ന ഉടനല്ലേ ഇവിടെ കേരളത്തില് പിന്നെ എന്താണ് PC തോമസ് NDA സ്ഥാനാർത്ഥി PC തോമസ് ആദ്യം NDA ഇവിടെ അക്കൗണ്ട് തുറക്കുന്നത് രാജഗോപാൽ അല്ല, PC തോമസ് ആണ്. PC തോമസ് ജയിക്കുന്നത് അത് ക്രിസ്ത്യാനികളല്ലേ വോട്ട് ചെയ്തത്. അന്ന് ഞാൻ അവിടുത്തെ PC തോമസിന്റെ എതിരാളി ഒരു മുസ്ലിം ആയിരുന്നു സ്ഥാനാർത്ഥി എബ്രാഹിം എന്നൊക്കെ. അപ്പൊ ഞാൻ കേരള കോൺഗ്രസ് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു, LDFന്റെ കൂടെയുള്ള കേരള കോൺഗ്രസിന്റെ അവിടെയുള്ള നേതാവിന് ട്രെയിനിൽ വരുമ്പോൾ ഡൽഹിയിൽ നിന്നാണ്. ഞാൻ ചോദിച്ചു നിങ്ങൾക്കാർക്കൊക്കെ വോട്ട് ചെയ്ത് PC തോമസ്? എന്നോട് ചോദിച്ചത് ഞാൻ ചോദിച്ചത് അല്ല, അയാൾ കേരളത്തിലൊക്കെ നല്ല സ്വാധീനമുള്ളതല്ലേ, പിന്നെ എന്തിനാ ഒരു മുസ്ലിമിന് വോട്ട് ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾക്കും ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ അതിന്റെ നടുവിലുണ്ട്. അപ്പൊ ആ രീതിയിൽ വോട്ട് ചെയ്ത ആളുകളാണ് മലയാളികൾ. ആ വർഷം ലക്ഷദ്വീപിൽ നടന്ന ഇലക്ഷനിൽ പിന്നെ ആ ഇലക്ഷനിൽ NDA ജയിച്ചു. ഏത് ഗുജറാത്ത് കലാപം ഉടനെ നടന്ന ഇലക്ഷനിൽ PM സയ്യിദ് എന്ന് പറഞ്ഞ ലക്ഷദ്വീപുകാരുടെ എക്കാലത്തെ ഏറ്റവും വലിയ കോൺഗ്രസ് നേതാവിനെ തോൽപ്പിച്ചുകൊണ്ട് അവിടെ NDA ആ സീറ്റ് പിടിച്ചു. പിന്നെ രാജ്യസഭയെ കൊണ്ടുവന്നിട്ടാണ് സോണിയാഗാന്ധി അദ്ദേഹത്തിന് മന്ത്രിയാക്കിയത്, മറ്റേ സെയ്ദിനെ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് ഒരു രാഷ്ട്രീയം. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിഷ്കളങ്കമൊന്നും അല്ല രാഷ്ട്രീയം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഒരുപാട് അടിയൊഴുക്കുകൾ വരാൻ സമയം. പിന്നെ ജനങ്ങൾ മലയാളി വളരെ ഇൻഡിവിജ്വലിസ്റ്റ്, പണ്ടത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ മലയാളി അല്ലെങ്കിൽ അവരവരുടെ രാഷ്ട്രീയ പാർട്ടികൾ മലയാളിയുടെ മിഷിഹയാവും എന്ന് വിചാരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആദ്യം കോൺഗ്രസ് കളഞ്ഞു, BJP പിന്നെ ആ രീതിയിൽ ഒരിക്കലും മലയാളികൾ കണ്ടിട്ടില്ല. കോൺഗ്രസ് കളഞ്ഞു, CPM ആണ് ഇപ്പൊ ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന്റെ ഇതിൽ പോകുന്നത്. സിദ്ധാർത്ഥ പോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അഭിമന്യുവിന്റെ കേസുമായി ബന്ധപ്പെട്ട ഫയൽ കോടതിയിൽ നിന്ന് മിസ്സാവുന്നു. അപ്പൊ മലയാളി കൂടുതൽ ഒരു മിഷിഹേന മലയാളി സ്വയം ഒരു എന്താ